സാറ് വോട്ടെടുപ്പ് കഴിഞ്ഞു, വോട്ടെല്ലാം പെട്ടിയിലായി. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ച ഏതാണ്ട് UDFന് അധികാരം കിട്ടും എന്നുള്ളൊരു തരത്തിലാണ് വിലയിരുത്തലുകൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ തന്നെ പറഞ്ഞല്ലോ. അതെ, 85 വരെ പോവാം. അതെ, 85 ഇടയ്ക്ക് സീറ്റ് കിട്ടാം. അല്ല, പൊതുവേ ഞാൻ ചാനലുകളെല്ലാം പരിശോധിക്കുമ്പോൾ എല്ലാവരും ഒരു UDFന് ഒരു അപ്പർ ഹാൻഡ് പറയുന്നുണ്ട്. സീറ്റുകളുടെ കാര്യത്തിലേ ഉള്ളൂ ഏറ്റക്കുറച്ചിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രവണത കാണുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും. എന്തായാലും UDFനെ നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി വരുന്നത്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി? ചിലർ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു, ചിലർ VD സതീശൻ്റെ പേര് പറയുന്നു, മറ്റ് ചില ഓപ്ഷനുകളും ഉണ്ട്. പക്ഷെ അതങ്ങോട്ട് അത്ര ഇതായിട്ട് വരുന്നില്ല. ഈ രണ്ട് പേരുകളിലാണ് നിൽക്കുന്നത്. അതിലിപ്പോൾ ചില സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി, നിങ്ങളുടെ വോട്ട് ആർക്ക് എന്നുള്ള രീതിയിൽ. എന്താണ് സാർ ഈ കോൺഗ്രസ് ഈ ജനങ്ങൾ കൊടുത്ത ആ ഒരു എന്താ പറയുക, ഭരിക്കാൻ കൊടുത്ത ഒരു അവസരത്തെ കോൺഗ്രസ് നശിപ്പിക്കുമോ? UDF അതിനെ തകർത്ത് തരിപ്പണമാക്കുമോ? എന്താണ് പൊതുവെ തോന്നുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ അറിയാമായിരുന്നു 2026 ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. കേരളത്തിൽ കോൺഗ്രസ് 2026 വന്നില്ലെങ്കിൽ അവർക്ക് ഇനി ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് മുസ്ലിം ലീഗിനെ അലട്ടിയിരുന്നത്. 2026 ഭരണത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകും. അപ്പം അതുകൊണ്ടൊരു ഒത്തുപിടിച്ച് വലിയ ക്യാമ്പയിൻ നടത്തി താഴെത്തട്ടിൽ മൈനോറിറ്റി പോളറൈസേഷനുള്ള എല്ലാ വിത്തും പാകിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരെ കൂടെ നിർത്തി അവരെ വെള്ളപൂശിയാണ് ഇപ്പോൾ ഒരു ഭൂരിപക്ഷത്തിനായിട്ട് ശ്രമിച്ചത്. ഏതാണ്ട് അത് വിജയിച്ചുവെന്ന് തന്നെയാണ് നമ്മൾ പെട്ടിപ്പൊട്ടിക്കുന്നതിന് എല്ലാവരുടെയും നിഗമനം. അതാണ് അവരെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നത്. ഈ ഒരു അവസാന നിമിഷ ചാൻസ് നമുക്ക് മുതലാക്കിയില്ലെങ്കിൽ ഇനി അടുത്തെങ്കും പിന്നെ വരാൻ പറ്റും, അവസരം കിട്ടില്ല. 26 ശേഷം ഇനി അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെയും രണ്ടാം ഊഴം കോൺഗ്രസിനുണ്ടെന്ന് അവർ ഇപ്പോഴേ വിശ്വസിക്കുന്നില്ല. കാരണം 31 ഒരു ഈ 29 ഇനി മറ്റേ വൺ ഇലക്ഷൻ വന്നാലോ ഒന്നും തന്നെ തങ്ങൾക്ക് ഒരു തുടർ ഭരണം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ 10 വർഷം പിന്നെയും 10 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നു. ഇന്ന് അതിലിരിക്കുന്ന പല നേതാക്കളും ഒന്ന് ഔട്ട്ഡേറ്റഡ് ആവും. ഡേറ്റ് ഓഫ് എക്സ്പയറി കഴിയും. അവർ ജീവിച്ചിരിക്കും, പക്ഷേ അവരുടെ ഡേറ്റ് ഓഫ് എക്സ്പയറി കഴിയും. കാരണം ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. വേറൊരു മധ്യനിരയൊക്കെ കയറി വരും. ആ കയറി വരുമ്പോൾ ആ തള്ളലിൽ പിന്നെ ഇവര് താഴോട്ടേ പോകുള്ളൂ. ഇന്നിപ്പോ KS പറ്റിയതാണ്, സുധാകരന് പറ്റിയത്. സുധാകരൻ ശരിക്കും പറഞ്ഞാൽ ആ 2024 പാർലമെന്റിലേക്ക് പോകാതെ ഇവിടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും KPC പ്രസിഡന്റ് സ്ഥാനം മുറുകെ പിടിച്ചോ അല്ലാതെയോ ഇവിടെ നിന്ന് പാർട്ടിയെ പുറത്തു നിന്നോ അകത്തു നിന്നോ നയിച്ചിരുന്നെങ്കിലും KS ഇന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, മിക്കവാറും മുഖ്യമന്ത്രിയും ആയേനെ. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കരുത്തുണ്ട്, സംവിധാനമുണ്ട്, കേഡർ ബെൽറ്റ് പലയിടത്തും കളിക്കാൻ അറിയാം, KS ബ്രിഗേഡിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് മറ്റാരെയും എതിർത്ത് നിൽക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അത് അദ്ദേഹം അന്ന് ചെയ്യാത്താണ് അദ്ദേഹത്തിന് വന്നൊരു ഗുണം. ഇതേപോലെയാണ്. അപ്പൊ അതിന്റെ ആ ഗ്യാപ്പിൽ എന്ത് പറ്റി, VD സതീശൻ കുറെ കൂടെ പവർഫുൾ ആയിട്ട് വന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രശ്നം കൊണ്ട് വലിയ കാര്യം തെളിയിച്ചു. രണ്ടാമത്തെ ഒരാളെന്ന് പറഞ്ഞാൽ KC സെൻട്രലിൽ പോയി പാർട്ടിയിലെ വലിയ മേൽക്കോയ്മ കിട്ടി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പിന്നെ പലയിടത്തും തോറ്റിട്ടുണ്ടെങ്കിലും പിന്നെ നിന്ന് പൊരുതാനുള്ള ഒരു അടിത്തറയെങ്കിലും ഉണ്ടാക്കാനായിട്ട് KCക്ക് കഴിഞ്ഞു. അപ്പൊ KCയുടെ ഒരു തലയെടുപ്പ് അതും അവിടെ നിൽക്കുന്നു. പിന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഏറ്റവും സീനിയറായ 27ാമത്തെ വയസ്സിൽ മന്ത്രിയായ പിന്നെ മന്ത്രി പാരമ്പര്യമുള്ള തലമുറകൾ കഴിഞ്ഞ നേതൃത്വങ്ങളിലെല്ലാം കൂടെ വർക്ക് ചെയ്ത് പിന്നെ കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി മുതലായ മുഴുവൻ ഭഗീരഥന്മാരുടെയും ഒപ്പം ക്യാബിനറ്റിലിരുന്ന് അവരോട് തുല്യമായി ആശയവിനിമയം നടത്തുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് പക്വതയുള്ള ഒരു മന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയാകണ്ടേ. പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞ തവണ. അദ്ദേഹത്തിന്റെ ഒരു ദൗർഭാഗ്യം കൊണ്ടാണ് തോറ്റുപോയത്, ഭരണം കിട്ടാതെ പോയത് അല്ലേ? അതെ, അത് യാദൃച്ഛികമെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. കാരണം കോവിഡും പിന്നെ ഈ പറഞ്ഞ പോലെ CA വിരുദ്ധ സമരവും പിന്നെ ഇവിടെ എന്തോ ഒരു വലിയ ഒരു കരുത്തൻ എന്തൊക്കെയോ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഒക്കെ കൂടെ കൊണ്ട് ആൾക്കാർ അന്ന് വോട്ട് ചെയ്തതാണ് ഇങ്ങനെ വന്നത്. അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹം
ഒന്നിൽ തന്നെ മുഖ്യമന്ത്രി ആകേണ്ട ആളായിരുന്നു. ആ സിമ്പതിയും അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇവർ 3 പേരും ഏതാണ്ട് പ്രഗത്ഭന്മാരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഇവരിൽ ആരാകണം എന്നിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു ക്യാമ്പയിൻ പിന്നെ നമ്മുടെ KC വേണുഗോപാൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് പുറത്തു വരുന്നത്. ആ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. KCക്ക് ഇപ്പോഴത്തെ ഈ 90% വരുന്ന അവരുടെ സ്ഥാനാർത്ഥികളിൽ വലിയൊരു ശതമാനം, ഏതാണ്ട് 30-ലധികം സ്ഥാനാർത്ഥികൾ KCക്ക് കൈപൊക്കാൻ തയ്യാറുള്ളവരാണ്. പിന്നെ സുധാകരൻ്റെ കുറച്ച് പേരുണ്ട്, അവരും ചിലപ്പോൾ KCക്ക് കൈപൊക്കും. KCക്ക് ജയിക്കുന്നതിന് മുമ്പും ജയിച്ചതിന് ശേഷവും MLA-മാരും കൂടുതൽ KCക്ക് വേണ്ടി കൈപൊക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ ഒരു ക്യാമ്പയിൻ അങ്ങ് തുടങ്ങി വെക്കുകയാണ്. ഇത് VD സതീശന് ഇത് ഹൈജാക്ക് ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ പിടിച്ചാലോ, VD സതീശന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും നിലകൊള്ളും. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് അവര് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും അവർക്ക് നല്ലൊരു സമീപനമാണ് ഉണ്ടെങ്കിലും അതിൽ VDക്ക് ഒരു പടി കൂടുതൽ. എന്തുകൊണ്ട് ഒരു പടി കൂടുതൽ? ഇപ്പോഴത്തെ ഈ ടീം UDF അല്ല, ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി എന്ന് പറഞ്ഞാൽ പിന്നെ നീ ലീഗിന്റെ അപ്രമാദിത്വത്തെയോ ലീഗ് കാണിക്കുന്ന ഏത് തീവ്ര പ്രശ്നങ്ങളെയോ VD ആണെങ്കിൽ സഹിക്കും, അഡ്രസ് ചെയ്യും. KC ആണെങ്കിലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലോ അതുപോലെ നടക്കില്ല എന്നൊരു സംശയവും മുസ്ലിം ലീഗിനുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് തീർച്ചയായിട്ടും KC തന്നെ വരണമെന്ന് അവർക്ക് താല്പര്യം. VD സതീശൻ തന്നെ വരണമെന്ന് അവർക്ക് താല്പര്യമുള്ളത്. അപ്പൊ KC അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഒരു അറിഞ്ഞോ അറിയാതെയോ എന്ന മട്ടിലൊരു ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യുമെന്നാണ് പൊതുവെ ഇപ്പോൾ കേരളത്തിൽ വിലയിരുത്തുന്നത്. സർ, അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കേൾക്കുന്നത് ഈ ക്രിസ്ത്യൻ മത നേതൃത്വവും ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ സജീവമായി ഇടപെടുന്നതായിട്ട് പല കോണുകളിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പോസ്റ്റുകളും അത് ഈ സോഷ്യൽ മീഡിയ ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. എന്താണ് അതേക്കുറിച്ച് അങ്ങേക്ക്? അതായത് ക്രിസ്ത്യൻ സഭകൾക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, അവർ പണ്ട് മാണി, കുഞ്ഞുമാണി, ജോസ് മാണി എല്ലാം കുഞ്ഞുകുഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് പലപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട നയങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്ത്യൻ സഭകൾക്ക് അത്യാവശ്യം തോന്നുന്ന പല കാര്യങ്ങൾ നടപ്പിലാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുണ്ട്. അതിനോടൊപ്പം അവരുടെ മതത്തിൻ്റെതായ ചില ശാക്തീകരണത്തിന് വേണ്ട കരുക്കൾ ഒരുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അതായത് സംവരണത്തിലുള്ള വിഷയങ്ങൾ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവശ്യ ക്രൈസ്തവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലാറ്റിന് മാത്രമല്ലേ സംവരണത്തിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഈ സംവരണം പറയാതെ തന്നെ അവശ്യ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് ഈ ഇതിലേക്ക് പിന്നെ മതം മാറി വന്നവർ, അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിപുല ശ്രമമാണ് അവർ. പിണറായി വിജയൻ ഇനി ഇപ്പം മാറാനൊന്നും പോകുന്നില്ല, 3-ാം ഊഴവും വരുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ പിണറായി വിജയനെ സമീപിച്ചിട്ട് അങ്ങയുടെ മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് ഒരു ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനെ വെക്കാനായിട്ട് തയ്യാറായത്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കുള്ള JV കോശി കമ്മീഷൻ ക്രൈസ്തവർക്കുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊണ്ടുവന്നതാണ്. ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ, ആ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾ പോലും എതിർക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് വരും. ഹിന്ദുവിൻ്റെ കാര്യം പിന്നെ പോട്ടെ, അതിനേക്കാൾ ഉപരിയായിട്ട് ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് പോലും സമ്മതിക്കാനോ സഹിക്കാനോ പറ്റാത്ത വിഷയങ്ങൾ വരെ അതിനകത്തുണ്ട്. അത് നമുക്ക് വേറെ വിഷയമായിട്ട് നമുക്ക് ഇപ്പം സംസാരിക്കേണ്ട. പക്ഷെ അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടും അവർക്ക് അതൊന്നും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം റിപ്പോർട്ട് പുറത്തുവിട്ട് എന്ന് പറയുന്നതല്ലാതെ അതിനകത്ത് എല്ലാ കാര്യവും നടപ്പിലാക്കി എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകാം എന്നല്ലാതെ അത് ഫലവത്തായി അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇനി അത് വരുന്ന സന്ദർഭത്തിൽ അവരും ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. 2026 ഒരു ഭരണം കിട്ടി വരികയാണെങ്കിൽ ഇപ്പോഴുള്ള പിടി 2029-ലോ 30-ലോ 31-ലോ ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ ആ പുതിയ സർക്കാർ വരുമ്പം അത് വേറൊരു സർക്കാരായി വേറൊരു വിധത്തിലായിരിക്കും വരുന്നത്. ഇപ്പൊ കിട്ടുമ്പോൾ നിലാവത്ത്
നമുക്ക് കോഴിയെ പിടിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടുന്ന അവസരം കളയണ്ട. കിട്ടുന്ന അവസരത്തിൽ ഈ നിലാവത്ത് തന്നെ നമ്മുടെ കാര്യം നടത്തണം. അതിനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് പറ്റിയത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഞങ്ങളുടെ ഒരാൾ വരണം, ഞങ്ങളുടെ നോമിനി വരണം എന്നുള്ള ഒരു പിടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയാക്കാനായിട്ടുള്ള പേരുകളിൽ ഇപ്പം നമ്മൾ പറഞ്ഞ 3 പേരുകളും അതിനകത്തില്ല. അതാണ് അതിനകത്ത് ഒരു അതായത് കുഞ്ഞുഞ്ഞില്ല, കുഞ്ഞുമാണിയില്ല. അതെ, അല്ല ഇനി ആ നിലവാരത്തിലുള്ള ഇപ്പൊ ആന്റണി മുതൽ കഴിവുള്ള അത്രയും കാലിബറുള്ള ആന്റണി മുതൽ ഉമ്മൻചാണ്ടി വരെ നോക്കുന്ന ആ ഇത് വരുമ്പോൾ ആ കാലിബറുള്ള ആരുമില്ല. അപ്പൊ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഈ വരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന സഭയിൽ ഒരാളെ പറയാൻ അവർക്കില്ല. അപ്പൊ അതിന് പിന്നിൽ കൂടെയുള്ള കളികൾ നടത്തിക്കൊണ്ട് ക്രൈസ്തവർക്ക് പ്രത്യേക സ്വാധീനം ഉറപ്പിക്കാൻ അതിന് പറ്റുന്ന ഒരാളെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇത് കോൺഗ്രസ് വന്നാൽ എപ്പോഴും ഉള്ളതാണ്. ഇവർ മാത്രമല്ല, ഇനി ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഒരു പാർട്ടികൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും BJP വന്നാലും ഒക്കെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഈ വളഞ്ഞ വഴി കൂടെ ഇങ്ങനെയൊക്കെ ശ്രമിക്കും. തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഡെമോഗ്രാഫി അങ്ങനെയാണ്. ഏതാണ്ട് 50-50 അടുത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞത് ഇല്ലാതാകുകയാണ്. ഇനിയിപ്പം നമുക്ക് ന്യൂനപക്ഷം എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ന്യൂനപക്ഷമല്ലാത്ത പക്ഷവും ഭൂരിപക്ഷം എന്ന് പറഞ്ഞ പക്ഷവും എന്നൊക്കെ നമുക്ക് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് അല്ലെങ്കിൽ പിന്നെ ജാതീയമായിട്ട് പറയണം. ഹിന്ദുക്കളുടേതായ ഒരു ചേരിയും മുസ്ലിം ക്രിസ്ത്യൻ ചേരിയും എന്നൊക്കെ ജാതീയ മതപരമായിട്ട് നമ്മൾ അതിനെ പറയേണ്ടി വരും. ഈ ഒരു വിധത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലഘട്ടങ്ങളിൽ സ്ഥിതിഗതികൾ വളരെയധികം സങ്കീർണമാണ്. അത് പെട്ടെന്നൊന്നും എങ്ങനെയൊക്കെ കേരളത്തെ മാറ്റിമറിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാം. കേരളത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ, മുഖ്യമന്ത്രിയുടെ പ്രശ്നത്തിൽ ഇപ്പോഴേ ചർച്ച ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, പിണറായി വിജയൻ തന്നെ തിരിച്ചു വരട്ടെ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അധികം ദൂരെയല്ല. ഇലക്ഷൻ റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ അയ്യോ വോട്ട് ചെയ്തത് അബദ്ധമായി പോയല്ലോ, പിണറായി വിജയൻ ഇതൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്താലും ആരെയെങ്കിലും കൊന്നും പിന്നെ കട്ടും മോട്ടിച്ചു പോയാലും ഇവിടെ കുറച്ച് പൈസ കൊണ്ടുവന്ന് വിതരണം ചെയ്യുമായിരുന്നു. അത് മസാല ബോണ്ട് ആവട്ടെ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കാല് പിടിച്ചായിട്ടില്ല, അല്ലെങ്കിൽ കാല് നക്കിയാവട്ടെ, ഇവിടെ കുറെ പണം കൊണ്ടുവരുമായിരുന്നു. ആ പണം പോലും ഇപ്പൊ വരാതായല്ലോ എന്ന് വിലപിക്കുന്ന ഒരു കേരളത്തിലേക്ക് നമ്മൾ പോകുമെന്നുള്ളതാണ് ഭയക്കേണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി ആരെന്നുള്ളത് മെയ് 4-ാം തീയതിക്ക് ശേഷം ആടി നല്ല ഒന്നാന്തര അടി നടക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതാണ് അന്ന് കേരളത്തിൽ UDF വേണ്ടി വോട്ട് ചെയ്തവർ ലഭിക്കാനുള്ള അവസരം, ദുഃഖിക്കാനുള്ള ഒരു അവസരം ആയി മാറുമോ എന്ന്. എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കളോടൊരു അപേക്ഷ, ജനങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ഒന്നും പ്രവർത്തിക്കും. മധുവിന് തന്നെ അതെ പാലും പഴവും എടുത്തെറിയരുത്. മധുവിത് കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. അതെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.